7550 രൂപയ്ക്ക് നൽകുന്ന മോട്ടോ G06-ൽ 7000 mAh ബാറ്ററി നൽകിയിരിക്കുന്നത് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റുള്ള ബ്രാൻഡുകൾ 15000 എബവ് ഫോണുകളിലാണ് 7000 mAh ബാറ്ററി കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ ഈ ഫോൺ നൽകിയിരിക്കുന്ന പ്രോസസറും ആ വിലയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രോസസറാണ്. മികച്ച ഒരു മെയിൻ ക്യാമറ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആകെ ഈ ഫോണിനുള്ള പോരായ്മ അതിന്റെ തിക്നെസ്സും വെയിറ്റുമാണ്. രണ്ടും ഇത്തിരി മുന്നിലാണ്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടുന്നത് കുറവാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് വെച്ച് തന്നെ ഉപയോഗിക്കാം. എങ്കിലും എൻട്രി ലെവൽ ഫോണിന്റെ വിലയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫോണിന്റെ ഫീച്ചറുകൾ കിട്ടുന്നത് വലിയ നേട്ടമാണ്. വില കുറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് കട്ടിംഗ് ഉണ്ടാകുമല്ലോ. ഇത്രയും നല്ലൊരു ഫോൺ ഇറക്കിയപ്പോൾ 6GB റാം 128GB സ്റ്റോറേജ് വരുന്ന ഒരു വേരിയന്റ് കൂടി മോട്ടോറോള പുറത്തിറക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ റാം കൂടുതലുള്ള ഫോൺ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് മൾട്ടി ടാസ്കിങ്ങിന് അത് അത്യാവശ്യമാണെന്ന് ഒരു ധാരണ വെച്ചാണ്. എന്നാൽ പ്രോസസർ മികച്ചതാണെങ്കിൽ 4GB റാമിലും പല ആപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കുവാൻ കഴിയും. പിന്നെ കൂടുതൽ സ്റ്റോറേജ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അതിനായി മോട്ടോറോള 128GB സ്റ്റോറേജിന്റെയും 256GB സ്റ്റോറേജിന്റെയൊക്കെ സ്റ്റോറേജ് ചോയ്സുകൾ നൽകുന്നുണ്ട്. മോട്ടോറോള G35 താരതമ്യേന ഒരു സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോണാണ്. ബാറ്ററി സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സിംഗിൾ കോറും മറ്റ് 2 ജോഡി കോറുകളും വരുന്ന യൂണിസോക് പ്രോസസറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. ബാറ്ററി 5000 mAh ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ 1 ഡേ യൂസ് നിൽക്കുന്ന ബാറ്ററി സേവിംഗ് വിദ്യകൾ ഈ ഫോണിൽ നിരവധിയായി ചേർത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ 1.8 അപ്പർച്ചറുള്ള മികച്ച ക്യാമറ തന്നെയാണ്. ബേസിക് വേരിയന്റിൽ 4GB റാം മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നും. പക്ഷെ മറ്റുള്ള ബ്രാൻഡുകൾ ഈ പ്രൈസ് റേഞ്ചിൽ 6GB റാം തരുന്നുണ്ടെങ്കിൽ 2GB ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ അവരുടെ ബ്ലോട്ട്വെയർ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എന്നാൽ മോട്ടോറോള സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ നൽകുന്നത് കൊണ്ട് കിട്ടുന്ന 4GB ക്ലീൻ ആണ്. ഇപ്പോൾ പരിചയപ്പെടുത്തിയ മോട്ടോ G06 പവറും G35 താരതമ്യം ചെയ്യുമ്പോൾ രണ്ടും ബഡ്ജറ്റ് റേഞ്ചിലെ മികച്ച ഫോണുകളാണ്. ആദ്യമേ പറഞ്ഞതുപോലെ മോട്ടോറോള അവരുടെ ഫോണുകളിൽ നിലനിർത്തുന്ന ലെതർ ഫിനിഷ് ഡിസൈൻ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുവാൻ കഴിയില്ല. ഫോണിന് ഒരു കവർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും കംഫർട്ടായി ഹാൻഡിൽ ചെയ്യുവാൻ ഈ ഡിസൈൻ കൊണ്ട് സാധിക്കും.